മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി ഇനി ഭൂമിയിലില്ല എന്നുള്ള സന്തോഷത്തിൽ ഉണ്ണിയും കരുണയും കൂടെ കരുണയുടെ വീട് മുഴുവൻ ചുറ്റിക്കാണുന്നുണ്ട്. ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ ഇതുവരെയും നിൻ്റെ വീടിനകമൊന്നും കണ്ടിട്ടില്ല, എനിക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കരുണ എല്ലാ റൂമിലും ഉണ്ണിയെ നടന്ന് കാണിക്കുകയാണ്. അപ്പോഴേക്കും അമ്മയുടെ റൂമിലെത്തുമ്പോൾ അമ്മയുടെ റൂം അടച്ചിരിക്കുന്നു. അന്നേരം അമ്മ എന്താ വാതിലടച്ചിരിക്കുന്നത്, തുറക്ക അമ്മയെന്നും പറഞ്ഞ് കരുണ വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയുടെ കയ്യിലോട്ട് പ്ലേറ്റ് കൊടുത്ത് മഹാലക്ഷ്മി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ മോഹിനി പോയി വേഗം വാതിൽ തുറക്കുന്നുണ്ട്. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ വാതിലടച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ വെറുതെ അടച്ചതാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട് മോഹിനി. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടന് എല്ലാ റൂമും കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇതാണ് അമ്മയുടെ റൂമെന്ന് പറയുന്നുണ്ട് ഉണ്ണിയോട്. ഇവിടെ തന്നെയാണ് ലക്ഷ്മിയും അമ്മയും കിടന്നിരുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉണ്ണി മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കാര്യമെല്ലാം ഇപ്പോൾ വളരെ പരിതാപകരമാണ്, ഓഫീസിലൊന്നും എന്നെ യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും കണ്ണേട്ടനെ ഏൽപ്പിക്കുന്നില്ല, ആ കാര്യങ്ങളെല്ലാം തിരിച്ച് എന്നെ തന്നെ ഏൽപ്പിക്കണമെന്നൊക്കെ കണ്ണേട്ടൻ വരുമ്പോഴും കണ്ണേട്ടനോടായിട്ടും ഏട്ടത്തിയോടായിട്ടും ഒക്കെ പറയണം എന്നൊക്കെ മോഹിനിയോട് പറയുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, മോൻ നല്ലപോലെ നിന്നാൽ കണ്ണൻ എല്ലാം മോന് തരും, മോൻ കണ്ണനെ നല്ലപോലെ സ്നേഹിക്കണം, മോൻ്റെ ഏട്ടനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മോഹിനി. പിന്നീട് കണ്ണൻ അനന്തുവിനോടും മാർക്കോനോടായിട്ട് പറയുന്നുണ്ട്, ഞാനെല്ലാം മഹാലക്ഷ്മിയുടെ പേരിലോട്ട് എഴുതി വയ്ക്കാൻ പോവുകയാണ്, ഇനിയുള്ള ഒരു തിരിച്ചടിയാണ്, ഇങ്ങനെയെങ്കിലും അവർക്കൊരു തിരിച്ചടി ഞാൻ കൊടുക്കണമെന്നൊക്കെ പറയുകയാണ്. ഞാൻ എൻ്റെ സ്വന്തം അമ്മയാണെന്ന് കരുതി സ്നേഹിച്ച അവരും എന്നോട് ഈ ക്രൂരത ചെയ്തല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട്. എൻ്റെ കൂടപ്പിറപ്പായ ഉണ്ണിയും അമ്മയും കൂടെ ഈ കേക്ക് മുറിക്കലിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ, അവരിതിൽ സന്തോഷിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടമാണ് തോന്നിയത്. ഞാൻ അതുപോലെയല്ലേ അവരെ നല്ല രീതിയിലല്ലേ സ്നേഹിച്ചിരുന്നത്, അവർ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യയോട് ഇവരിങ്ങനെ പെരുമാറിയതെന്നൊക്കെ പറയുകയാണ് കണ്ണൻ. അപ്പോൾ മാർക്ക് പറയുന്നുണ്ട്, സാർ എന്തിനാണ് പിന്നെയും അവരെയും അവിടെ വെച്ച് പിറപ്പിക്കുന്നത്, അവിടെ നിന്നും അവരെ ഇറക്കി വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് സാറേ, നമ്മളോട് താല്പര്യമുള്ളവരെ മാത്രം നമ്മുടെ കൂടെ നിർത്തിയാൽ പോരെ, അവരെല്ലാവരെയും അവിടെ നിന്ന് ഇറക്കി വിട്ട് മഹാലക്ഷ്മിയുടെ അമ്മയെ കൊണ്ട് അവിടെ നിർത്തുക, അങ്ങനെയാണ് നിങ്ങൾക്ക് സമാധാന സന്തോഷത്തോടുകൂടി ഇവിടെ ജീവിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കൊരിക്കലും അത് സാധിക്കില്ല, എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് ഞാൻ അവരെ കരുതിയത്, അതുകൊണ്ട് ഞാൻ അതൊരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് മാർക്കോ പറയുന്നുണ്ട്, ഏതായാലും ഞാൻ പ്രതാപനെയും അമ്മയും ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. പ്രതാപനും അമ്മയും മാർക്കോനെ കാണുമ്പോൾ ആകെ വിറയ്ക്കുന്നുണ്ട്. പ്രതാപനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, താൻ എന്തിനാണോ ഈ പരിശുദ്ധമായ ഈ സ്ഥലത്തോട്ട് വന്നത്, താൻ ഇവിടെ വന്ന ഈ സ്ഥലവും കൂടെ മോശപ്പെട്ടു പോകുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, നീ എന്നെ തല്ലിച്ചതച്ചതിൻ്റെ ക്ഷീണവും വേദനയും ഒന്നും എൻ്റെ ശരീരത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല, അതെല്ലാം മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ എനിക്ക് വേറെ ഒരു ദുരുദ്ദേശം ഇല്ല എന്നൊക്കെ പറയുകയാണ് പ്രതാപൻ. പിന്നീട് മാർക്കോ പറയുന്നുണ്ട്, ഇതുവരെയും മഹാലക്ഷ്മിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല, മഹാലക്ഷ്മിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർത്ത് കണ്ണൻ സാർ ആകെ പരിഭ്രാന്തരായിരിക്കുകയാണ്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ താനാണെന്നുണ്ടെങ്കിൽ തൻ്റെ 2 കാലിനെ ഞാൻ തല്ലി ഒടിക്കും, പിന്നെ ഞാൻ ഈ വന്ന പോലെയല്ല കേട്ടോ പിന്നെ എന്നെ കാണുന്നത്, അത് താൻ ഓർത്തോണമെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇവൻ്റെ അടുത്ത് സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ഇവൻ ആളെ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ കാര്യം മഹാലക്ഷ്മി മരിച്ചെന്നുള്ള കാര്യം ഇനി ഇവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കുമോ ദൈവമേ സ്ഥിതി എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഇപ്പം തന്നെ പേടിയാവുന്നതെന്ന് പറയുന്നു. അങ്ങനെ പ്രതാപനും പറയുന്നുണ്ട്, ശരിയാണ്, ഇവനെങ്ങാനും ഞങ്ങളെങ്ങാനും മഹാലക്ഷ്മിയെ കൊന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല, മേഘനോട് വിവരം പറയണം, എന്തെങ്കിലും ഒരു കാര്യം ഇവനെ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട്. പിന്നീട് മാർക്കോ മഹാലക്ഷ്മിയെ തറവാട്ടിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ മോഹിനി മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, മോളെ ഒരു ദിവസം എൻ്റെ കൂടെ നിൽക്കാൻ വന്നിട്ട് മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണിയെയും മഹാലക്ഷ്മി ഇങ്ങനെ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയുടെ കാർ ആക്സിഡൻറ്റിലാകുകയൊക്കെ ചെയ്യുന്നുണ്ട്.